നിനക്ക് ഒരവസരം കൂടിയുണ്ട് ഗോപാല. പറ ഗോപാല, നീയല്ലേ ഗോപാലൻ? അയ്യോ, ഞാനല്ല ഗോപാലൻ, ഞാൻ ഹരിചന്ദ്രനാ. ഞാനൊരു കാർപ്പന്ററാ. പട്ടണത്തിൽ നിന്ന് ഇന്നലെ ജോലി അന്വേഷിച്ച് വന്നിരുന്നപ്പോ ഇവിടെ വന്ന ആ കട്ടളകൾ അടവെടുത്ത് തന്നാല് 500 രൂപ തരാന്നും പറഞ്ഞ് അളക്കാൻ ഒരു ടേപ്പും തന്ന് വിട്ടതാ ഒരുത്തൻ തന്നെ. ഞാനല്ല ഗോപാലൻ, അമ്മച്ചിയാണ്. ഞാനല്ല ഗോപാലൻ. നോണ പറയുന്നു. നീ തന്നെയാണ് കട്ടള ഗോപാലൻ. സ്റ്റേഷനിൽ നടിച്ചോണ്ട് പോയ 15 ലിറ്റർ സ്പിരിറ്റ് എവിടെയാണ്? സ്പിരിറ്റ് സത്യം പറഞ്ഞെങ്കിൽ ഒറ്റയടിക്ക് നിന്റെ കട്ടള ഞാൻ ഇളക്കും. അയ്യേ, അതിനെവിടെ കട്ടലെന്നാണ് പറയുന്നത്? എന്റെ 3 കട്ടളയാണ് നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. നിന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തടാ? ദിവാകരന്റെ വീട്ടിലെ പുതിയ കട്ടലുണ്ടല്ലോ, അതും ഗോപാലൻ കൊണ്ടുപോയി. കുറിപ്പ്, നല്ല ബെസ്റ്റ് കട്ടള ഇത് ഞാൻ കൊണ്ടുപോകുന്നു. തളരരുത് ഗോപാലൻ. എന്റെ ഈശ്വര, എന്റെ വീടൊരു പണി തീരാത്ത വീടായല്ലോ. അയച്ചോ. ഞാൻ പറഞ്ഞില്ല ഞാൻ ഗോപാലൻ അല്ലെന്ന്. പിന്നെ ആരാടാ ഈ ഗോപാലൻ? തടി പോരല്ലോ ഗോപാല. നിലമ്പൂര് കൂപ്പിന്ന് 6 ആന പിടിച്ചു കൊണ്ടുവന്നല്ല അസല് തേക്കിന്റെ കട്ടലയാ. കാശട് 6 ആന കൂപ്പ് കോപ്പാണ്. അല്ല, അടുത്ത ഉരുപ്പടി എന്തായിരിക്കും? വല്ലതും നീ കണ്ടുവച്ചിട്ടുണ്ടാ? എനിക്ക് ഓർഡർ പിടിക്കാനാണേ. തൽക്കാലം ഇനിയൊന്നും പിടിക്കണ്ട. ഈ ഊഞ്ഞാലാടി ഞാൻ വിടുക. ഗ്രാമക്കാര് വല്ലാണ്ട് ഉണർന്നു. എന്റെ ഗോപാല, നീ അങ്ങനെ പറയല്ലേ. ഇവിടെ നമ്മളൊന്നും നന്നായിട്ടൊരു കാര്യമൊന്നുമില്ല. ഈ നാട് നന്നാവൂല. അതുവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നേ. ഇല്ല ഭാസ്കരൻ, ഇങ്ങനെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ നെക്കാപ്പിച്ച മോഷണം കൊണ്ട് എന്ത് കിട്ടാനാ? ഇതൊക്കെ എന്റെ ഒരു തമാശയാ. കട്ട്ല മോട്ടിച്ചാലും ബാങ്ക് കൊള്ളടിച്ചാലും ഒക്കെ പേരൊന്നു തന്നെയാ, കള്ളൻ. അപ്പൊ നീ ബാങ്ക് കൊള്ളടിക്കാൻ പോകണ? ആ, നോക്കണം. എന്റെ ജീവിതത്തിനൊരു വലിയ ലക്ഷ്യമുണ്ട് ഭാസ്കരൻ. കാശട്. അവനാണ് ഗോപാലൻ. പിടിക്കവന്. ഗോപാലൻ, ഞാൻ അവൻ ബൈക്ക് ഇറങ്ങിപ്പോയി. നമ്മ ജീപ്പ് കറക്കി. ആ ചേച്ചി, ഇത് ഗോപാലനാ. നിനക്ക് മതിയായില്ലേടാ? നീ കാരണം ഇങ്ങനെ 3 ദിവസം നാട്ടുകാരും പ്ലാവിൽ കെട്ടിയിരുന്നു. 2 ദിവസം കഴുത്തട്ടി വെള്ളത്തിലിട്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പഴാ തിരിച്ചു കിട്ടിയത്. ഇപ്പോഴേ എണ്ണയും കുഴമ്പ് പരട്ടി കിടത്തിയിരിക്കുക. 7 ദിവസം ചവിട്ടി തിരുമണോന്ന്, എന്നാലേ ഇനി മൂത്രം പോകുള്ളൂന്ന്. ചേച്ചി, അതെ ഭാസ്കരേട്ടന് ഒന്ന് കൊടുക്കോ? ഹോ, ഇനി കൊടുത്ത് അങ്ങേര് ചത്തു. ആരാ വാസുകി? നിങ്ങളുടെ കാലൻ ഗോപാലൻ. ഞാനുണ്ടോ? ആഹാ, നീയായിരുന്നാ? എവിടെന്നാടാ? എന്താ ചേട്ടാ കേക്കണേ? എന്താ പറ്റിയേ? തെണ്ടി, തൊണ്ടി മുതൽ അവന്മാര് കൊണ്ടുപോയി. ആളുകൾ കൈവച്ച് എന്റെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം ഉപയോഗശൂന്യമാക്കി. പോരാത്തതിന് കള്ളൻ എന്ന പേരും. ചേട്ടൻ ഒരു വാക്ക് അവരോട് പറയാറുന്നില്ലേ? ഞാനല്ല ഇത് ചെയ്തത്, എനിക്ക് അതിനകത്തൊരു പങ്കുമില്ല, ഞാനൊരു പാവം നിരപരാധിയാണെന്നൊക്കെ. പിന്നെ വാതുറന്ന് എന്റെ അമ്മയെന്ന് വിളിക്കാൻ അവന്മാര് സമ്മതിച്ചില്ല. പിന്നെയാണ് നീ പറഞ്ഞ ഇത്ര വലിയ ഡയലോഗ്. ഒന്ന് പോടാപ്പാ. കഷ്ടായി പോയി. പിന്നെ ഭാസ്കരേട്ടോ, അതെ ഞാനിവിടെ വല്ലാത്തൊരവസ്ഥയിലാണേ. പിന്നെ ആ കട്ട്ലയുടെ കാശ് എനിക്ക് മണി ഓർഡർ ആയിട്ട് അയച്ചു തരാൻ പറ്റുമോ? പിന്നെന്താ, നീ പെട്ടെന്ന് അഡ്രസ് പറ. മണി ഓർഡർ ആക്കണ്ട. ഞാൻ ഇവിടുന്ന് കുറച്ച് ആളുകളെ അങ്ങാടി വിടാം. അവിടെ തന്നെ നിന്നോളം, എങ്ങും പോകരുത്. അഡ്രസ് പറ. പേനെടുക്ക് ഗോപാലൻ തെണ്ടിയ. വിടില്ല ഞാനവനെ. ഹലോ, പണി പാളിയാ. വായിൽ നോക്കാണ്ട് പണി തുടങ്ങണോ? മുടങ്ങാണ്ട് സ്റ്റേഷനിൽ പോയി ഒപ്പിടാനുള്ളതാണ്. നന്ദിയില്ലാത്തവൻ എന്നെ കൊലക്ക് കൊടുക്കാൻ അഡ്രസ് ചോദിച്ചത്.
ആ കാശും പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ ടീച്ചറാ?